ഇന്ന് അമ്മയ്ക്ക് ജോലിയുള്ള ദിവസാട്ടോ. അമ്മയും അച്ഛച്ചനും രാവിലെ പോയിട്ടുണ്ട്. പിന്നെ ഞാനും കുഞ്ഞും വല്യമ്മച്ചിയൊക്കെ ഉള്ളൂ കേട്ടോ. അനിയനും ഇന്ന് ജോലിയുണ്ട്. അപ്പോൾ അവനും പോയിട്ടുണ്ട്. എണീറ്റത് താമസിച്ചാട്ടോ. ഇന്ന് അമ്മയ്ക്ക് രാവിലെ മുറ്റം തൂക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് അച്ചാച്ചിക്ക് 5:30 ആകുമ്പം രാവിലെ ജോലിക്ക് പോകണമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കാപ്പിയും ചോറും എല്ലാം ആവണമല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കിൽ അമ്മയ്ക്ക് രാവിലെ മുറ്റമൊന്നും തൂക്കാൻ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാനിതേ രാവിലെ എണീറ്റ് വന്നപ്പം നേരെ മുറ്റം തൂക്കാനാണ് കേട്ടോ വന്നത്. പല്ലതേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതേ മുറ്റം തൂക്കാനായിട്ട് വന്നു കേട്ടോ. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും കുഞ്ഞു എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നേ. അവൾക്ക് വീടിനകത്തിരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇതുപോലെ പുറത്തൂടെ നടക്കുന്ന കേട്ടോ. പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് വിടാറില്ല കേട്ടോ. പിന്നെ ഇത് ഇന്നെന്തായാലും നല്ല വെയിലുണ്ട് കേട്ടോ. റോഡിൻ്റെ സൈഡ് തൂക്കാൻ വന്നാലും ഏത് സമയവും വണ്ടി ഉള്ളത് കൊണ്ട് മോളെയും കൊണ്ട് ശ്രദ്ധിച്ച് വേണം നിൽക്കാനായിട്ടേ. പിന്നെ അങ്ങനെ തൂത്തുവാരലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ വീടിനകമൊക്കെ ഒന്ന് തൂത്തുവാരി തുടയ്ക്കണമായിരുന്നേ. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ജോലികളൊക്കെ ഉള്ളൂ കേട്ടോ. അടുക്കളയിൽ അങ്ങനെ എനിക്ക് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുഞ്ഞിന് കുളിക്കാനായിട്ട് അടുപ്പത്ത് കുറച്ച് വെള്ളം രാവിലെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒന്ന് തീ പിടിപ്പിച്ച് കൊടുത്താൽ മതി. ബാക്കി ഉച്ചക്കത്തേക്കിനുള്ള ഫുഡും ചോറും കാര്യങ്ങളും രാവിലത്തെ കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ രാവിലെ തന്നെ എല്ലാം റെഡിയാവും കേട്ടോ. അപ്പോൾ അമ്മ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ രാവിലെ പോകുന്നത്. തുണിയലക്കുന്ന അമ്മ തോട്ടിലാണ് കേട്ടോ. അത്യാവശ്യം തുണികളെല്ലാം അമ്മ രാവിലെ തോട്ടിക്കൊണ്ട് കഴുകിയിട്ടാണ് പോണത്. പിന്നെ ഇപ്പം ഞാനുള്ളത് കൊണ്ട് രാവിലെ അമ്മേനെ അങ്ങനെ തോട്ടിൽ വിടാറില്ല കേട്ടോ. ഞാൻ പകൽ കഴുകിയിടാറാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ വൈകിട്ടത്തെ ഫുഡ് അത് അമ്മയും അച്ചച്ചിയൊക്കെ ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ട് ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കലാണ് കേട്ടോ പതിവ്. രാവിലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വൈകിട്ടത്തേത് കൂട്ടി ഉണ്ടാക്കാറില്ല കേട്ടോ. വൈകിട്ടത്തേക്കിനുള്ളത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. മിക്കവാറും കപ്പയും മീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. എല്ലാ ദിവസവും എന്തായാലും കപ്പ കാണുവേ. പിന്നെ ഞാനിത് നേരെ ഒന്ന് തൂത്തുവാരി ഒന്ന് തുടച്ചും കൂടെ ഇട്ടേക്കാമെന്ന് ഓർത്തു. അപ്പോൾ തുടയ്ക്കലും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അത്യാവശ്യം ജോലികളെല്ലാം തീർന്നിട്ടുണ്ട്. ഇവിടെ അമ്മ എല്ലാ ദിവസവും വീടിനകം തുടച്ചിടും കേട്ടോ. നമുക്ക് പിന്നെ അത്ര വലിയ ഇടയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചൊക്കെ തുടച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് എളുപ്പമുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തുടച്ച് പോരാവേ. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പം ഞാനിത് തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അതുകൂടെയൊക്കെ അങ്ങ് കഴുകി വെച്ചു കേട്ടോ. ഇന്ന് എന്തായാലും കാലാവസ്ഥ നല്ലതാണ് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വല്യമ്മച്ചി പറഞ്ഞു ഉച്ചക്കത്തേക്കിന് പരിപ്പും മുരിങ്ങയിലയും കൂടെ വെക്കാമെന്നേ. അങ്ങനെ ഞാൻ കുറച്ച് മുരിങ്ങയില പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. മുരിങ്ങയില പറിക്കാനായിട്ട് വന്ന് നോക്കിയപ്പോൾ ഇത് ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഞാനൊരു തോട്ടിയൊക്കെ എടുത്ത് കുറച്ചൊക്കെ ചെത്തിച്ചാടിച്ചെടുത്തു കേട്ടോ. ചെത്തിച്ചാടിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഇതിരുന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് അഴിച്ചെടുക്കാനാണ് കേട്ടോ പാട്. അങ്ങനെ ഉച്ചക്കത്തെ ചോറുണ്ണലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കുഞ്ഞിൻ്റെ കൂടെ ഒന്ന് പോയി കിടന്ന് ഉറങ്ങി. പിന്നെ എണീറ്റപ്പോൾ സമയം ഒരു 4 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നേരെ ഞാനിത് കടുങ്കാപ്പി ഇട്ടു. അച്ചാച്ചിക്ക് കൊടുത്തു, വല്യമ്മച്ചിക്ക് കൊടുത്തു. അച്ചാച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ